ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയിലെ 10ാം ക്ലാസ് ഇംഗ്ലീഷ് ആൻസർ കീയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ 1. വേർ വാസ് ഹൊശക്കോം വാക്കിംഗ് ടു വെൻ ഹി നോട്ടിസ് ദ സ്ട്രിംഗ് ഓൺ ദ ഗ്രൗണ്ട്? നിലത്ത് ചരട് കഷ്ണം കണ്ടപ്പോൾ ഹൊശക്കോം എവിടേക്കാണ് നടന്നുപോയിരുന്നത്? ആൻസർ: ഹൊശക്കോം വാസ് വാക്കിംഗ് ടുവേർഡ്സ് ദ പബ്ലിക് സ്ക്വയർ വെൻ ഹി നോട്ടിസ് ദ സ്ട്രിംഗ് ഓൺ ദ ഗ്രൗണ്ട്. നിലത്ത് ചരട് കണ്ടപ്പോൾ ഹൊശക്കോം പബ്ലിക് സ്ക്വയറിലേക്ക് നടന്നുപോവുകയായിരുന്നു. ക്വസ്റ്റ്യൻ 2. വൈ ഡിഡ് ഹൊശക്കോം ഫീൽ അഷെയിംഡ് വെൻ ഹി സോ മെലാൻഡൈൻ? മലാൻഡൈനെ കണ്ടപ്പോൾ ഹൊശക്കോമിന് നാണക്കേട് തോന്നിയതെന്തുകൊണ്ടാണ്? ആൻസർ: ഹൊശക്കോം ഫീൽഡ് അഷെയിംഡ് ബിക്കോസ് ഹി വാസ് സീൻ പിക്കിംഗ് അപ്പ് എ വർത്ത്ലെസ് ബിറ്റ് ഓഫ് സ്ട്രിംഗ് ബൈ ഹിസ് എനിമി മലാൻഡൈൻ, വിത്ത് ഹൂം ഹി വാസ് ഓൺ ബാഡ് ടേംസ്. താൻ ഒരു വിലയില്ലാത്ത ചരട് കഷ്ണം പെറുക്കുന്നത് തന്റെ ശത്രുവായ മലാൻഡൈൻ കണ്ടു എന്നതിനാലാണ് ഹൊശക്കോമിന് നാണക്കേട് തോന്നിയത്. അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. ക്വസ്റ്റ്യൻ 3. വാട്ട് ഡിഡ് ഹൊശക്കോം ഡു വിത്ത് എ പീസ് ഓഫ് സ്ട്രിംഗ് ഹി ഫൗണ്ട്? തനിക്ക് കിട്ടിയ ചരട് കഷ്ണം ഹൊശക്കോം എന്തു ചെയ്തു? ആൻസർ: സി. ഹി റോൾഡ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. സി. അദ്ദേഹം അത് ശ്രദ്ധാപൂർവം ചുരുട്ടി തന്റെ പോക്കറ്റിലിട്ടു. ക്വസ്റ്റ്യൻ 4. The weather was favorable for the green things. What does green things refer to here? കാലാവസ്ഥ പച്ചപ്പുള്ള വസ്തുക്കൾക്ക് അനുകൂലമായിരുന്നു. ഇവിടെ ഗ്രീൻ തിങ്സ് എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ: ഗ്രീൻ തിങ്സ് refers to vegetables or leafy crops, as the passage distinguishes them from wheat. ഇവിടെ ഗ്രീൻ തിങ്സ് എന്നത് പച്ചക്കറികളെയോ ഇലവർഗ്ഗങ്ങളെയോ ആണ് സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ 5. Study the following statements and choose the correct option. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പഠിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻസർ: എ. 1, 2 and 4 ആർ കറക്റ്റ്. എ 1, 2, 4 എന്നിവർ ശരിയാണ്. ക്വസ്റ്റ്യൻ 6. ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ആൻഡ് വെർബ് ഫ്രേസ് ഫ്രം ദ സെന്റൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന വാക്യത്തിലെ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടെത്തുക. ആൻ ആപ്പറ്റൈസിംഗ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ് റോസ്റ്റ് ഫ്രം ദ ഹെർത്ത്. ആൻസർ: നൗൺ ഫ്രേസ് ആൻ ആപ്പറ്റൈസിംഗ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ്. വെർബ് ഫ്രേസ് roast from the hearth. Question 7. Where was the little seedling laying? ചെറിയ വിത്ത് എവിടെയാണ് കിടന്നിരുന്നത്? Answer: The little seedling was laying within its darksome bed, which refers to the soil or earth. ആ ചെറിയ വിത്ത് അതിന്റെ ഇരുണ്ട കിടക്കയിൽ, അതായത് മണ്ണിലാണ് കിടന്നിരുന്നത്. Question 8. Which of the following actions show the seedling's determination and growth? വിത്തിന്റെ നിശ്ചയദാർഢ്യവും വളർച്ചയും കാണിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതു പ്രവൃത്തികളാണ്? ആൻസർ: ഡി 1 and 3. Question 9. Identify the poetic device used in the lines to examine the surroundings and show the rest the way. പരിസരം പരിശോധിക്കാനും മറ്റുള്ളവർക്ക് വഴി കാണിക്കാനും എന്ന വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യാലങ്കാരം poetic device കണ്ടെത്തുക. ആൻസർ: എ. പേഴ്സോണിഫിക്കേഷൻ. മനുഷ്യന്റേതായ ഗുണങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കൾക്കോ സസ്യങ്ങൾക്കോ നൽകുന്ന രീതിയാണിത്. ഇവിടെ വിത്ത് പരിശോധിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ക്വസ്റ്റ്യൻ 10. വാട്ട് ഡു യു ഇൻഫർ അബൌട്ട് ദ സീഡ്ലിംഗ്സ് നേച്ചർ വെൻ ഇറ്റ് സേസ് ഐ ആം നോട്ട് സോ വെരി റോബസ്റ്റ്? ഞാൻ അത്ര ശക്തനല്ല എന്ന് വിത്ത് പറയുമ്പോൾ അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു മനസ്സിലാക്കാം? ആൻസർ: സി. ഇറ്റ് ഈസ് ക്വൈറ്റ് മോഡസ്റ്റ് ആൻഡ് ഹംബിൾ. അത് വളരെ വിനീതനും എളിമയുള്ളവനുമാണ്. അപ്രീസിയേഷൻ ഓഫ് ദ സോങ് അനദർ ഡേ ഇൻ പാരഡൈസ്. Question. Read the lines from the song Another Day in Paradise and prepare an appreciation focusing on the theme, the poetic devices and the contemporary relevance of the song. Another Day in Paradise എന്ന ഗാനത്തിലെ വരികൾ വായിച്ച് അതിന്റെ പ്രമേയം, കാവ്യാലങ്കാരങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ ഉൾപ്പെടുത്തി ഒരാസ്വാദനം തയ്യാറാക്കുക. ആൻസർ: The song Another Day in Paradise by Phil Collins deals with the poignant theme of social apathy and the harsh reality of homelessness. The poet uses vivid imagery like blisters on the soles of her feet and crying to show the physical and emotional pain of the woman. The metaphor of paradise represents the comfortable life of the wealthy, which contrasts sharply with the struggle of the poor. The repetition of the phrase "think twice" serves as a powerful call to action, urging listeners to be empathetic. Contemporary relevance. Even today, the gap between the rich and the poor is widening. The song remains relevant as it reminds us not to ignore those suffering on the streets while we enjoy our own paradise. ഫിൽ കോളിൻസിന്റെ ഈ ഗാനം സാമൂഹികമായ അവഗണനയെയും ഭവനരഹിതരുടെ കഷ്ടപ്പാടുകളെയും കുറിച്ചുള്ളതാണ്.
കാൽപാദത്തിലെ കുമിളകൾ തുടങ്ങിയ വരികളിലൂടെ കവി ദാരിദ്ര്യത്തിന്റെ കാഠിന്യം വരച്ചുകാട്ടുന്നു. പാരഡൈസ് എന്നത് സമ്പന്നരുടെ സുഖസൗകര്യങ്ങളെ സൂചിപ്പിക്കുന്നു. 2 തവണ ചിന്തിക്കുക, തിങ്ക് ട്വൈസ് എന്ന വരിയുടെ ആവർത്തനം മറ്റുള്ളവരോട് സഹതാപം കാണിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദാരിദ്ര്യം ഇന്നും നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ട് ഈ ഗാനത്തിന് വലിയ സമകാലിക പ്രസക്തിയുണ്ട്. 11b. Paragraph comparison. Question. Write a paragraph comparing the themes of the poems The Seedling and It Couldn't Be Done. The Seedling എന്ന കവിതയെയും It Couldn't Be Done എന്ന കവിതയെയും താരതമ്യം ചെയ്ത് ഒരു ഖണ്ഡിക തയ്യാറാക്കുക. Answer. Both the poems The Seedling by Paul Laurence Dunbar and It Couldn't Be Done by Edgar A. Guest share the common theme of perseverance and self-confidence. In The Seedling, a small, humble plant decides to do its best despite not being robust, eventually pushing through the dark soil into the light. Similarly, in It Couldn't Be Done, the poet encourages the reader to tackle impossible tasks with a grin, ignoring those who prophesy failure. While the first poem uses the growth of a plant as a symbol of life struggle, the second poem directly addresses human determination against social discouragement. Both poems inspire us to start our work of life with courage. പോൾ ലോറൻസ് ഡൺബാറിന്റെ ദ സീഡ്ലിംഗും എഡ്ഗർ എ ഗസ്റ്റിന്റെ ഇറ്റ് കുഡ്ന്റ് ബി ഡൺ എന്നീ 2 കവിതകളും സ്ഥിരോത്സാഹത്തെയും ആത്മവിശ്വാസത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ദ സീഡ്ലിംഗ് എന്ന കവിതയിൽ ഒരു ചെറിയ വിത്ത് താൻ അത്ര ശക്തനല്ലെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ തീരുമാനിക്കുകയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വളരുകയും ചെയ്യുന്നു. അതുപോലെ ഇറ്റ് കുഡ്ന്റ് ബി ഡൺ എന്ന കവിതയിൽ മറ്റുള്ളവരുടെ നിഷേധാത്മകമായ വാക്കുകൾ അവഗണിച്ച് അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കവി പ്രേരിപ്പിക്കുന്നു. ഒരു ചെടിയുടെ വളർച്ചയിലൂടെ ജീവിത സമരത്തെ ആദ്യ കവിത കാണിക്കുമ്പോൾ രണ്ടാമത്തെ കവിത മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിക്കുന്നത്. രണ്ടും ധൈര്യത്തോടെ മുന്നേറാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. Question 12. Who is the Supreme Commander of the Indian Armed Forces? ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ആരാണ്? ആൻസർ. The President of India holds the position of the Supreme Commander of the Indian Armed Forces. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡർ. Question 13. Which of the following is not one of the 3 main branches of the Indian Armed Forces? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സായുധ സേനയുടെ 3 പ്രധാന വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ. സി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, തീരദേശ സംരക്ഷണ സേന. Question 14. Which of the following statements are not true? താഴെ പറയുന്നവയിൽ സത്യമല്ലാത്ത പ്രസ്താവനകൾ ഏവ? ആൻസർ. ബി. 2 and 4 are incorrect. Question 15. What showcases India's commitment to global peace? ലോകസമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നത് എന്താണ്? India's significant contribution to the United Nations peacekeeping missions showcases its commitment to global peace. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ദൗത്യങ്ങളിൽ ഇന്ത്യ നൽകുന്ന വലിയ സംഭാവനകൾ ലോകസമാധാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത തെളിയിക്കുന്നു. 16. Review of ശാകുന്തളം, Act 1. Question. Write a review of Act 1 of the play, focusing on its theme, plot and characterization. നാടകത്തിന്റെ പ്രമേയം, ഇതിവൃത്തം, കഥാപാത്ര ചിത്രീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അഭിജ്ഞാന ശാകുന്തളം 1-ാം അംഗത്തിന്റെ ഒരു റിവ്യൂ തയ്യാറാക്കുക. ആൻസർ. In Act 1 of Shaguntalam, Kalidasa establishes a theme of environmental harmony. The plot follows King Dushyanta, who while hunting enters a sacred hermitage and meets Shakuntala. The characterization highlights Dushyanta's transformation from a hunter to a respectful visitor and Shakuntala's deep bond with nature. This act is highly relevant today as it teaches us the importance of coexisting with the natural world rather than exploiting it. ശാകുന്തളം 1-ാം അംഗത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇണക്കമാണ് പ്രധാന പ്രമേയം. വേട്ടയാടി നടന്ന ദുഷ്യന്ത മഹാരാജാവ് ഒരാശ്രമത്തിലെത്തുന്നതും അവിടെ വെച്ച് ശകുന്തളയെ കാണുന്നതുമാണ് ഇതിവൃത്തം. പ്രകൃതിയോടുള്ള ശകുന്തളയുടെ സ്നേഹവും ദുഷ്യന്തന്റെ സ്വഭാവമാറ്റവും ഇതിൽ വ്യക്തമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനോടൊപ്പം ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമിത് നമ്മെ പഠിപ്പിക്കുന്നു. 16b. Write-up. War kills, humanity builds. Question. Prepare a write-up on the topic War kills, humanity builds based on the stories War and in the Attic. യുദ്ധം നശിപ്പിക്കുന്നു, മാനവികത കെട്ടിപ്പടുക്കുന്നു എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ. War brings universal misery and grief as seen in the story War, where parents struggle with the loss of their sons. However,
Even in such dark times, humanity survives. In the attic, the German officer Hosenfeld helps Pillman by providing food, shelter, and his own uniform to protect him from the cold. This shows that while war destroys lives, acts of kindness and humanity can rebuild hope and save lives. യുദ്ധം എന്ന കഥയിൽ കാണുന്നതുപോലെ യുദ്ധം എല്ലാവരിലും വലിയ ദുഃഖമാണ് നൽകുന്നത്. എന്നാൽ ഇൻ ദി ആറ്റിക് എന്ന കഥയിലെ ഹോസൻഫെൽഡ് എന്ന ഓഫീസർ ശത്രുവിനെ സഹായിക്കുന്നതിലൂടെ മാനവികത ഇന്നും നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്നു. യുദ്ധം ജീവനുകൾ എടുക്കുമ്പോൾ കരുണയുള്ള പ്രവർത്തികൾ മാനവികതയെ വീണ്ടെടുക്കുന്നു. Character sketch of Hoshakom. Question. Prepare a character sketch of Hoshakom from a piece of string. A piece of stringile Hoshakominte സ്വഭാവ ചിത്രീകരണം തയ്യാറാക്കുക. Answer. Hoshakom is a simple, thrifty peasant who believes that everything useful ought to be picked up. He is sensitive and values his reputation. When he is falsely accused of stealing a pocketbook, his pride is deeply wounded. His tragic flaw is his obsession with proving his innocence to a skeptical society, which eventually leads to his mental breakdown and death. ഹൊഷക്കോം ലളിതമായി ജീവിക്കുന്ന മിതവ്യയിയായ ഒരു കർഷകനാണ്. വിലയില്ലാത്ത വസ്തുക്കൾ പോലും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം. തന്റെ സൽപ്പേരിന് വലിയ വില നൽകുന്ന അദ്ദേഹം ഒരു കള്ളാരോപണത്തിൽ കുടുമ്പോൾ തകർന്നുപോകുന്നു. തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അമിതമായ ശ്രമം അദ്ദേഹത്തെ മാനസികമായി തളർത്തുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇമെയിൽ ടു സലീം അലി. ക്വസ്റ്റ്യൻ. ഡ്രാഫ്റ്റ് ആൻ ഇമെയിൽ ടു സലീം അലി അപ്രീഷിയേറ്റിംഗ് ഹിസ് ഡെഡിക്കേഷൻ ടു ഓർണിത്തോളജി. സലീം അലിയുടെ പക്ഷി നിരീക്ഷണത്തോടുള്ള അർപ്പണബോധത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ തയ്യാറാക്കുക. ഡിയർ സർ, ഐ ആം എ മെമ്പർ ഓഫ് മൈ സ്കൂൾസ് നേച്ചർ ക്ലബ്. ആഫ്റ്റർ റീഡിംഗ് യുവർ ഓട്ടോബയോഗ്രഫി, ഐ ആം ഡീപ്ലി ഇൻസ്പയർഡ് ബൈ യുവർ പാഷൻ ഫോർ ബേർഡ്സ്. യുവർ ജേർണി ഷോസ് ഹൗ ക്യൂരിയോസിറ്റി ക്യാൻ ലീഡ് ടു ഗ്രേറ്റ് ഡിസ്കവറീസ്. താങ്ക് യു ഫോർ ടീച്ചിങ് അസ് ടു ലുക്ക് അറ്റ് നേച്ചർ വിത്ത് ലവ് ആൻഡ് പേഷ്യൻസ്. റിഗാർഡ്സ്, യുവർ നെയിം. ബഹുമാനപ്പെട്ട സർ, ഞാൻ സ്കൂളിലെ നേച്ചർ ക്ലബ് അംഗമാണ്. താങ്കളുടെ ആത്മകഥ വായിച്ചപ്പോൾ പക്ഷികളോടുള്ള താൽപര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. പ്രകൃതിയെ സ്നേഹത്തോടെയും ക്ഷമയോടെയും നോക്കിക്കാണാൻ താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. ന്യൂസ് റിപ്പോർട്ട്. ശ്രീകാന്ത് ബൊല്ലാസ് വിക്ടറി. ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ശ്രീകാന്ത് ബൊല്ലാസ് ലീഗൽ ബാറ്റിൽ ആൻഡ് വിക്ടറി. ശ്രീകാന്ത് ബൊല്ലയുടെ നിയമ പോരാട്ടത്തെയും വിജയത്തെയും കുറിച്ചൊരു വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ. ശ്രീകാന്ത് ബൊല്ല വിൻസ് ലീഗൽ ബാറ്റിൽ ടു സ്റ്റഡി സയൻസ്. ഹൈദരാബാദ്. In a landmark victory, Shrikant Bolla, a visually challenged student who scored 90% in 10th grade, has won the right to study science. After being denied admission initially due to his impairment, Bolla fought a long legal battle. The court ruled in his favor, proving that talent knows no boundaries. കാഴ്ച പരിമിതിയുള്ള ശ്രീകാന്ത് ബൊല്ല സയൻസ് പഠിക്കാനുള്ള നിയമ പോരാട്ടത്തിൽ വിജയിച്ചു. 10ാം ക്ലാസ്സിൽ 90% മാർക്കുണ്ടായിട്ടും അംഗവൈകല്യം കാരണം പ്രവേശനം നിഷേധിക്കപ്പെട്ട ബൊല്ല കോടതിയിലൂടെ തന്റെ അവകാശം നേടിയെടുത്തു. ന്യൂസ് റിപ്പോർട്ട്. ബസ് ആക്സിഡന്റ്. ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ദ ട്രാജിക് ബസ് ആക്സിഡന്റ് ഇൻ കുർണൂൾ. കുർണൂലിലെ ബസ് അപകടത്തെക്കുറിച്ചൊരു വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുക. ആൻസർ. 20 പെരിഷ് ആസ് ബസ് കാച്ചസ് ഫയർ ഇൻ കുർണൂൾ. കുർണൂൾ. എ ഹൊറിഫിക് ആക്സിഡന്റ് occurred when a sleeper bus playing to Bangalore hit a bike and caught fire instantly. 20 passengers were charred to death as they were trapped inside. A few managed to escape by leaping through windows. The government has announced 2 lakh rupees as relief for the victims' families. കുർണൂലിൽ ബസ്സിന് തീപിടിച്ച് 20 പേർ മരിച്ചു. ബൈക്കുമായി കൂട്ടിയിടിച്ച ഉടനെ ബസ്സിന് തീപിടിക്കുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ്. ക്വസ്റ്റ്യൻ. പ്രിപ്പയർ 2 catchy sentences for eco-friendly tourism jingles. പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിന് അനുയോജ്യമായ 2 വരികൾ തയ്യാറാക്കുക. ആൻസർ. 1. Embrace the green, keep the forest clean. 2. Walk with nature, protect every creature. 1. പച്ചപ്പിനെ പുൽക്കൂ, വനത്തെ വൃത്തിയായി സൂക്ഷിക്കൂ. 2. പ്രകൃതിയോടൊപ്പം നടക്കൂ, ജീവജാലങ്ങളെ സംരക്ഷിക്കൂ. റൈറ്റ് അപ്പ്. റെലവൻസ് ഓഫ് ഹൊഷക്കോം സ്റ്റോറി. ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ പാരഗ്രാഫ് ഓൺ ദ റെലവൻസ് ഓഫ് ഹൊഷക്കോം സ്റ്റോറി ഇൻ ടുഡേസ് സൊസൈറ്റി. ഹൊഷക്കോമിന്റെ കഥയ്ക്ക് ഇന്നത്തെ സമൂഹത്തിലുള്ള പ്രസക്തിയെക്കുറിച്ചൊരു ഖണ്ഡിക തയ്യാറാക്കുക. ആൻസർ. ഹൊഷക്കോം സ്റ്റോറി ഈസ് ഹൈലി റെലവന്റ് ടുഡേ ആസ് ഇറ്റ് ഹൈലൈറ്റ്സ് ഹൗ സൊസൈറ്റൽ മിസ്ട്രസ്റ്റ് ആൻഡ് ഫേക്ക് റൂമേഴ്സ് ക്യാൻ ഡിസ്ട്രോയ് ആൻ ഇന്നസെന്റ് പേഴ്സൺസ് ലൈഫ്. In the age of social media, misunderstandings spread quickly, much like the rumors in Goderville. The story warns us against judging others without proof, and shows how the pressure to prove one's integrity to an unforgiving public can lead to tragedy. ഇന്നത്തെ കാലത്ത് വ്യാജവാർത്തകളും തെറ്റിദ്ധാരണകളും എങ്ങനെ ഒരാളുടെ ജീവിതം നശിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഹൊഷക്കോമിന്റെ കഥ. സോഷ്യൽ മീഡിയയുടെ കാലത്ത് തെറ്റായ കാര്യങ്ങൾ വേഗത്തിൽ പ്രചരിക്കുന്നു. തെളിവുകളില്ലാതെ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന വലിയ പാഠം ഈ കഥ നൽകുന്നു. 20. Question. Read the passage and frame 3 WH questions and 1 yes-no question. തന്നിരിക്കുന്ന ഭാഗം വായിച്ച് 3 WH ചോദ്യങ്ങളും ഒരു yes-no ചോദ്യവും തയ്യാറാക്കുക. ആൻസർ.
Question 1. Where did the news spread? വാർത്ത എവിടെയാണ് പടർന്നത്? Question 2. To whom did Hoshacom tell his story on the highway? ഹൈവേയിലൂടെ പോകുന്ന ആരോടാണ് ഹൊഷക്കോം തന്റെ കഥ പറഞ്ഞത്? Question 3. When did he tell his story to the persons coming out of church? പള്ളിയിൽ നിന്നും പുറത്തുവരുന്നവരോട് അദ്ദേഹം എപ്പോഴാണ് കഥ പറഞ്ഞത്? Yes/No question. Did Hoshacom stop strangers to tell them about his story? തന്റെ കഥ പറയാൻ അദ്ദേഹം അപരിചിതരെ തടഞ്ഞു നിർത്തിയോ? 21. Question. Draft an event invitation for a literary discussion led by Miss Anita Nair. പ്രശസ്ത എഴുത്തുകാരി അനിത നായർ നയിക്കുന്ന സാഹിത്യ ചർച്ചയിലേക്ക് അയൽ സ്കൂളുകളെ ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ഷപണക്കത്ത് തയ്യാറാക്കുക. ആൻസർ. Dear friends, the Literary Club of our school is organizing a discussion on literature for peace and empathy. We are honored to have the critically acclaimed novelist Miss Anita Nair, author of The Better Man and Ladies Coupe, as our chief guest. We cordially invite the students and teachers of your school to participate in this enlightening session. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ് സമാധാനത്തിനും സഹാനുഭൂതിക്കും സാഹിത്യം എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നു. ലേഡീസ് കൂപ്പെ തുടങ്ങിയ പ്രശസ്ത നോവലുകളുടെ രചയിതാവ് അനിത നായർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രൊഫൈൽ ഓഫ് പോൾ ലോറൻസ് ഡൺബാർ. 22. Question. Prepare a short profile of Paul Laurence Dunbar using the given hints. തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് പോൾ ലോറൻസ് ഡൺബാറിന്റെ ലഘുജീവചരിത്രം തയ്യാറാക്കുക. ആൻസർ. പോൾ ലോറൻസ് ഡൺബാർ 1872-1906. പ്രമുഖനായ ഒരു അമേരിക്കൻ കവിയും നോവലിസ്റ്റുമായിരുന്നു പോൾ ലോറൻസ് ഡൺബാർ. 1872 ജൂൺ 27 ഒഹായോയിലെ ഡേറ്റണിൽ അദ്ദേഹം ജനിച്ചു. ദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ കവികളിൽ ഒരാളാണ് അദ്ദേഹം. കറുത്തവർഗക്കാരുടെ ഭാഷാശൈലിയും സാധാരണ ഇംഗ്ലീഷും കലർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രചനാശൈലി. ആഫ്രിക്കൻ അമേരിക്കൻ അനുഭവങ്ങളും വംശീയ സ്വത്വവുമാണ് അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ. ഓക്ക് ആൻഡ് ഐവി, ലിറിക്സ് ഓഫ് ലവ്ലി ലൈഫ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 1906 ഫെബ്രുവരി 9 അദ്ദേഹം അന്തരിച്ചു. 23. Question. Which country's batter has the lowest batting average? ഏത് രാജ്യത്തെ ബാറ്റർക്കാണ് ഏറ്റവും കുറഞ്ഞ ബാറ്റിംഗ് ആവറേജ് ഉള്ളത്? ആൻസർ. The batter from Australia, P. Litchfield, has the lowest average, 50.66 among the players listed in the table. പട്ടികയിൽ നൽകിയിട്ടുള്ളവരിൽ ഏറ്റവും കുറഞ്ഞ ബാറ്റിംഗ് ആവറേജ് ഓസ്ട്രേലിയൻ താരത്തിനാണ്, 50.66. 24. Question. Who is the leading run scorer in the Women's World Cup 2025? 2025 വനിതാ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? ആൻസർ. ലോറ വോൾവാർഡ് ഫ്രം സൗത്ത് ആഫ്രിക്ക ഈസ് ദ ലീഡിംഗ് റൺ സ്കോറർ വിത്ത് 571 റൺസ്. 571 റൺസ് നേടിയ സൗത്ത് ആഫ്രിക്കയുടെ ലോറ വോൾവാർഡാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം. 25. Question. തന്റെ ടീമംഗത്തെ അപേക്ഷിച്ച് സ്മൃതി മന്ദാന എത്ര മത്സരങ്ങൾ കൂടുതൽ കളിച്ചു? ആൻസർ. 26. Question. ആദ്യ 5 റൺസ് നേടിയവരെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏവ? ആൻസർ. Based on the table provided, the statement, "The player with the highest average also scored the most number of runs" is not true. ഏറ്റവും ഉയർന്ന ആവറേജുള്ള താരം തന്നെയാണ് ഏറ്റവും കൂടുതൽ റൺസും നേടിയത് എന്ന പ്രസ്താവന തെറ്റാണ്. കാരണം ഏറ്റവും ഉയർന്ന ആവറേജ് എ ഗാർഡനർക്കാണ്, എന്നാൽ കൂടുതൽ റൺസ് നേടിയത് ലോറ വോൾവാർഡ്. 27. Passage completion, Salim Ali. Question. Complete the following passage choosing the right words from the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് വിടവുകൾ പൂരിപ്പിക്കുക. ആൻസർ. While the field study of birds is a peaceful occupation, it is not entirely without hazards. In South India, for instance, where there are elephant-ridden jungles, I have frequently found myself in disturbing situations. A wild elephant suddenly come upon at close quarters, by no means uncommon in parts of Karnataka and Kerala, can be an unnerving experience. In fact, there is little danger from a wild elephant unless it happens to be a rogue or a female with a small calf. 28. Phrasal verbs, Srigan Volla. Question. Complete the paragraph using appropriate forms of the phrasal verbs given in brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ഫ്രേസൽ വേർബുകളുടെ ശരിയായ രൂപം ഉപയോഗിച്ച് ഖണ്ഡിക പൂരിപ്പിക്കുക. ആൻസർ.
Srikanth Bolla returned to India, giving up all the opportunities in America. His aim was to reach out to the differently abled by providing them employment opportunities. For that purpose, he set up Bolland Industries. More than 150 differently abled are now employed in the firm, providing them a better way to deal with their life. 29. Grammar. The story war. Question. Complete the passage choosing appropriate words from the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് ഖണ്ഡിക പൂരിപ്പിക്കുക. ആൻസർ. The woman bundled in the corner is twisting and wriggling because she is in grief. She looks around for words of consolation either from her husband or from the other passengers, but in vain. She reaches a conclusion that neither the other passengers nor her husband understands the depth of her sorrow. 30. Report the dialogue. Question. Report the following dialogue between the mayor and Hoshacom. മേയറും ഹൊഷക്കോമും തമ്മിലുള്ള സംഭാഷണം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക. ആൻസർ. The mayor asked Hoshacom if he had picked up a pocketbook from the road that morning. Hoshacom replied in the negative and added that he had just picked up a piece of string for himself. 31. Question. Complete the conversation between the husband and the passenger. ഭർത്താവും യാത്രക്കാരനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കുക. ആൻസർ. Passenger. You look so worried. Would you mind sharing your problem with me? Passenger. Oh, so you are going to see him off, are not you? Husband. If he gets wounded in the war, I will not be able to bear the pain. Passenger. Don't worry. You had better stay positive and hope for the best. സംഭാഷണത്തിന്റെ അർത്ഥം. യാത്രക്കാരൻ. നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ പ്രശ്നം എന്നോട് പങ്കുവെക്കുന്നതിൽ തെറ്റില്ലല്ലോ? യാത്രക്കാരൻ. ഓ, അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ യാത്രയയക്കാൻ പോവുകയാണല്ലേ? ഭർത്താവ്. യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റാൽ ആ വേദന എനിക്ക് താങ്ങാനാവില്ല. യാത്രക്കാരൻ. വിഷമിക്കേണ്ട. നിങ്ങൾ നല്ലതു മാത്രം ചിന്തിക്കുകയും ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും ചെയ്യുന്നതാണ് നല്ലത്. 32. Edit the passage. Question. Edit the passage by correcting the errors in bold. മലയാളം മീനിംഗ്. കടുപ്പത്തിൽ നൽകിയിരിക്കുന്ന തെറ്റുകൾ തിരുത്തി ഖണ്ഡിക എഴുതുക. ആൻസർ. എ. സ്പ്രെഡ്സ്, സ്പ്രെഡ്, പാസ്റ്റ് ടെൻസ്. ബി. ബെയർ, ബെയർ, സ്പെല്ലിംഗ് ബെയർ. സി. റിട്ടേൺഡ്, റിട്ടേൺ, വുഡിന് ശേഷം ബേസ് ഫോം. ഡി. ദെയർ, ഹിസ്, ബാബ്ലു ഏകവചനമായതിനാൽ. ഇ. ഫോളോയിങ്, ഫോളോഡ്, പാസ്റ്റ് ടെൻസ്. എഫ്. സാനിറ്ററി, സാനിറ്ററി, സ്പെല്ലിംഗ് സാനിറ്ററി. 33. Complete the passage, medical specialists. Question. Complete the passage using appropriate words from the brackets. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിടവുകൾ പൂരിപ്പിക്കുക. ആൻസർ. At the city hospital, several specialists work together to care for the patients. The cardiologist examines people with heart problems and suggests proper treatment. Those with skin allergies are referred to the dermatologist, who carefully studies their condition. The ophthalmologist ensures that our vision remains clear and healthy. At the annex of the hospital, the dentist makes sure that everyone's teeth and gums are healthy.